കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും തമ്മിൽ നടന്ന പ്രത്യേക അഭിമുഖം. ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമായി ഒരു വിഭാഗം ഇതിനെ കാണുമ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേവലം PR അഭ്യാസം മാത്രമാണിതെന്ന് പ്രതിപക്ഷവും വിമർശകരും ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാറാണ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മോഹൻലാലിനെതിരെയും സർക്കാരിനെതിരെയും അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴത്തിൽ പ്രത്യേകിച്ച് വിവാദങ്ങൾ വിട്ടുമാറാത്ത സാഹചര്യത്തിൽ ജനകീയനായ ഒരു സൂപ്പർ താരത്തെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം അഭിമുഖങ്ങൾ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അഖിൽ മാരാർ തന്റെ വിമർശനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പണ്ടുകാലത്തെ നേതാക്കളായ കെ കരുണാകരൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ തുടങ്ങിയവർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് ഇത്തരം കൃത്രിമമായ PR വർക്കുകളിലൂടെയല്ല എന്നാണ്. അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞുമാണ് നേതാക്കളായി മാറിയത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കോടികൾ മുടക്കി പരസ്യങ്ങൾ നൽകിയും താരങ്ങളെ കൊണ്ട് പുകഴ്ത്തിച്ചും നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുകയാണെന്ന കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ലാലേട്ടൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാലിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിലും ആത്മീയതയിലും ഉറച്ചു വിശ്വസിക്കുന്ന മോഹൻലാലിനെ മുൻപ് പലതവണ സൈബർ കമ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇടതുപക്ഷ അനുയായികൾ ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചപ്പോഴോ ലോക്ക്ഡൌൺ കാലത്ത് പാട്ട കൊട്ടിയപ്പോഴോ നിലവിളക്ക് കൊളുത്തിയപ്പോഴോ ലാലേട്ടനെ വ്യക്തിഹത്യ ചെയ്തവരാണവർ. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മുന്നിൽ സ്വയം താഴ്ന്നു കൊടുത്തത് എന്തിനാണ് അദ്ദേഹം ഈ അഭിമുഖത്തിന് തയ്യാറായതെന്നാണ് മാരാരുടെ പ്രധാന ചോദ്യം.